നമുക്ക് നമ്മുടെ കോഴിനെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷെ ചിക്കൻ കറി അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ ചിക്കൻ പുഴുങ്ങിയിട്ടൊക്കെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നന്നാവുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണിത്: മുളക്, തക്കാളി, സവോള, ഇഞ്ചി, ഇത് മല്ലിയിലല്ലേ, മല്ലിയില, പിന്നെ വെളുത്തുള്ളി, നാരങ്ങെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ കൂടിയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ആദ്യം ആവശ്യമുള്ള അനുസരിച്ച് അരച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കോഴീനെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഇവിടെയൊക്കെ വരഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു നാരങ്ങ വെട്ടം മുറിച്ച് ഒഴിച്ചു കൊടുക്കാം. കുരുവെടുത്ത് കളയാൻ ലാസ്റ്റ്. ഇത് വിഴിയാൻ പറ്റുന്നില്ല. ഞാൻ പിഴിഞ്ഞോളാം, എന്നെ കൊണ്ട് പറ്റും. ഇങ്ങനെയൊക്കെ പാചകം പഠിക്കും. പാചകം മാത്രം പോലെ പാചകവും വേണം. ഓക്കെ, നോക്ക്, പാചകം ഇപ്പൊ പഠിച്ചില്ലേ? ഞാൻ നാരങ്ങ പിടിച്ച് വെച്ചില്ലേ? ആ പാചകം കഴിക്കാൻ പറ്റുമോ? വേഗം ഉണ്ടാക്കി കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. കുരു ഒക്കെ എടുത്ത് ഈ കുരു വലിച്ചെറിഞ്ഞ അത്രയും നല്ല. പുറത്ത് വീണ് നാരങ്ങാമരായിട്ട് കിളുക്കുന്ന ഇതിൽ നമുക്ക് നാരങ്ങ പറിക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇതേ ഉള്ളു. ഇനി എന്താ, അതിന് നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കാം. കൈ നല്ലോണം പോകുകയും കുറച്ച് പോരെ. നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോഴേ പോയാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കഴിയാം. നമുക്ക് ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. മൊത്തം തേച്ച് കൊടുത്തിട്ട് വരാം ഗൈസ്. നമ്മുടെ കോഴിയുടെ മേത്ത് നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് ഇതിൽ ചീനിച്ചട്ടീൻ്റെ വെച്ചിട്ടൊന്ന് പുഴുങ്ങണ പോലെ എടുക്കാം. വാ, നമ്മൾ മസാല പുരട്ടിയ കോഴീനെ എടുത്തൊന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇരിക്കണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വെള്ളം ഒന്ന് പോട്ട് കഴിയുമ്പോൾ ഗ്യാസ് കത്തിക്കാം. ബാക്കിയുള്ള മസാലയൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഗ്യാസ് കത്തിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിക്കാം. നമ്മുടെ ചിക്കൻ വെച്ച് നമ്മൾ അടച്ചിട്ടുണ്ട്, ഗ്യാസും കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവട്ടെ ഗൈസ്. നമ്മുടെ കോഴിക്കുട്ടനെ നമ്മളതേ തിരിച്ചും മറച്ചു വിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതേ അടപ്പ് വെച്ച് തന്നെ മൂടി അതിൻ്റെ വെള്ളം തന്നെ ആട്ടോ ഈ കാണുക, കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കോഴിക്കുട്ടനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളത് ഈ കോഴീനായിട്ട് എണ്ണ വെക്കാൻ പോണേ. എണ്ണ തെറിക്കാണ്ടിരുന്നാൽ മതിയാണ്. ഞാൻ മാറട്ടെ, അവർ വെച്ചു. എനിക്ക് വെക്കാനുണ്ട്. ഞാൻ എടുത്താൽ പൊട്ടി മാറുമ്പോ അമ്മ വിടരുത്.
നമ്മുടെ സംഭവം നമ്മൾ മറിച്ചിടാൻ പോവാണ്. മറിയുന്നത് കൃഷിക്കാരൻ വേണ്ടായിരുന്നു. കോഴിക്ക് സിക്സാക്ക് വന്നു. കറക്റ്റ് കോഴിക്ക് സിക്സാക്ക് വന്നു. ഇത് എത്ര വാക്കാ മറിയുന്നത്? ആവശ്യമായിട്ടുണ്ടല്ലേ? നമുക്ക് ഇപ്പുറത്ത് ശരിയാവട്ടെ. നമ്മൾ നമ്മുടെ ചിക്കനെ ഇതിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു വാഴയിലേക്ക് പൊങ്ങട്ടെ പൊങ്ങട്ടെ താമസം അത് എണ്ണ മൊത്തം ഒന്ന് കളയാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ എണ്ണ നമുക്ക് ഇങ്ങനെ ചെറുക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കോഴിനെ അതിനായിട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ചിക്കൻ പുറത്തൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ വിളിക്കാം. അതിനെ പാർട്സാണ് കഴിക്കാനാണ്. അല്ല, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതേ ടേസ്റ്റ്. അമ്മ എടുക്കാം. അമ്മ ചൂടുണ്ടല്ലോ. ഇതുണ്ടോ? ഇത് കുഴപ്പമില്ല. വളരെ ചവക്കാരി പാടട്ടോ. അപ്പോ നമ്മള് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മളെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ശരി, എങ്ങനെയുണ്ട്? ഞങ്ങൾ സൂപ്പറാണ്. അച്ചക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കൊടുക്കും. അച്ചക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ബൈ.